ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഓർക്കാപ്പുറത്തൊരു കൊച്ചു യാത്രയുണ്ടായി. ഞാൻ പറയാം എന്താണ് ഏതാണെന്നുള്ളത്. അപ്പോൾ രാവിലെ പതിവുപടി ഇതേ തോമസ് സ്കൂളിൽ പോയി. പാച്ചുട്ടൻ്റെ റെഡി ആയിട്ടിരിക്കണു. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കളികളാണ് കേട്ടോ. ഞാൻ പറയാറില്ല, ഇവർ രണ്ടുപേരാണ് സെറ്റുകാരെന്ന്. അങ്ങനെ അവരുടെ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന്. അപ്പോൾ ഡിംപിൾ ഇന്ന് തൊട്ട് ഡ്രൈവിങ്ങിന് പോവാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഇതേ പോണു എന്ന് പറഞ്ഞിട്ട് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചു. അവൾക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് രണ്ടാമതൊരു എടുക്കൽ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് വെയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്നാൽ ഇന്ന് തൊട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് പോയി തുടങ്ങി. എന്താ പറയുക, ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതാണല്ലോ നല്ലത്. ഡാഡിയും മോനും എന്താ പറയുക, ഒപ്പരിക്കണേക്കാളും വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അതാണല്ലോ നല്ലത്. അങ്ങനെ പോയി. അപ്പോൾ ഞാനും ഡിവൈനും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടേതായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പാദസരങ്ങളുടെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. പാദസരങ്ങൾ മൊത്തം ഡിവൈൻ്റെ നമ്പറിൽ നിങ്ങൾ ചോദിച്ചാൽ അറിയാം കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചാലും മതി, ഞാൻ ഡിവൈനിലേക്ക് എന്താ പറയുക നമ്പറും കാര്യങ്ങളും തരുന്നുണ്ട്. ഡിവൈൻ്റെ വീഡിയോസിലും നമ്പറുകൾ ഇടുന്നുണ്ട് കേട്ടോ. അതുപോലെ ആൻറ്റിക്ക് കണ്ടമാനം കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ടൂറിങ്സ് ആണ് കേട്ടോ. അപ്പോൾ കണ്ടമാനം പേര് ചോദിക്കുന്നുണ്ട് ടോറിങ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അത് കാണിക്കാനുള്ള വിഷമം, അതായത് ഈ കുട്ടി സാധനങ്ങൾ കാണിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും മെനക്കെട്ട് അതിന് വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ ഞാനിതിനും ഡിവൈൻ പാദസരത്തിനും വേണ്ടിയിരുന്നു ഡിംപിൾ പോയ നേരത്തെ കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ മാത്രമാകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവനങ്ങനെ എന്തെങ്കിലും ടി വി ഒക്കെ വെച്ച് അതിൻ്റെ പിന്നാലെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ ഡാഡിയും ഡിംപിളും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഡാഡി അതോടുകൂടി ടൗണിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരികയും ചെയ്യും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ കറികളൊക്കെ ഇന്നലെ അറിയാലോ, ഇറച്ചിയും കൊള്ളിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചക്കക്കുരു അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാച്ച വേണ്ടി ചോറും വെച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചാക്കോച്ചൻ നമ്മുടെ ടി വിയിലിങ്ങനെ അവനെപ്പോഴും റോസുമായുടെ വീഡിയോസ് കാണണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയില്ല, നിങ്ങൾ ഓൾറെഡി കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ടൂറിങ് ആണെന്നും അതിൻ്റെ കളക്ഷനാണെന്നും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് സെൻഡ് ചെയ്താൽ മതി. ഈ കാണുന്ന ഇതിലേക്ക് കേട്ടോ, ഇത് നമ്പറിലേക്ക്. അപ്പോൾ ഇതിലേക്കൊരു ഹായ് അയച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്താ ആവശ്യം എന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ ഇതെനിക്ക് തോന്നുന്നു ഒരു 12-13 പാറ്റേൺ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഏകദേശം നോക്കിയാൽ അറിയാം. ഇങ്ങനെ 1 മുട്ട് 2 മുട്ട് 3 മുട്ട് അങ്ങനെ പല പാറ്റേൺ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇത് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചാക്കോച്ചൻ അക്കിയുടെ വീഡിയോ വെച്ചിരുന്നത്. അക്കിയുടെ അല്ല, റോസയുടെ. അപ്പോൾ രാവിലത്തെയൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയൊക്കെ ഒതുക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ പോയതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വന്നത് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും ലേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്ന് നമുക്ക് നൂലപ്പമായിരുന്നു. നൂലപ്പം നല്ല മുട്ടക്കറിയായിരുന്നു കേട്ടോ, പാലൊഴിച്ച മുട്ടക്കറിയായിരുന്നു. അപ്പോൾ ഞാനും ഡോണും എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 2 കുഞ്ഞ് നൂലപ്പം നമ്മൾ ഉണ്ടാക്കുക, കുട്ടികൾക്ക് സ്കൂളിലേക്കും കൊണ്ടുപോകാൻ കണക്കാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഈ കുട്ടി നൂലപ്പം ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് ആദ്യം ഞാനും ഡോണും എങ്ങനെയാണെന്ന് വെച്ചാൽ പാലും പഞ്ചസാര ഒഴിച്ചിട്ട് കുറച്ച് കഴിക്കും. ഞങ്ങൾ 2 പേരാണ് പാലും പഞ്ചസാര ഒഴിച്ച് കഴിക്കണവർ കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടക്കറിയും കൂടി കൂട്ടിയിട്ട് കഴിക്കും. അങ്ങനെ ആണ് എൻ്റെയും ഡോണിൻ്റെയും നൂലപ്പം കഴിക്കുന്ന പരിപാടി. നൂലപ്പം എന്ന് പറഞ്ഞാൽ ചിലർ ഇടിയപ്പം എന്ന് പറയും, ആ സംഭവം കേട്ടോ. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വാങ്ങിക്കുന്ന നൂലപ്പത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ ഉണ്ടാക്കുന്ന നൂലപ്പാണ്. നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നലെ ഇട്ട തുണികളൊക്കെ ഒരുവിധം 2 പാൻറ്റ് ഒഴിച്ച് വരെ എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ കയ്യോടെ അത് മടക്കി കൊണ്ടുവന്ന് ആദ്യം എൻ്റെ റൂമിൽ വെച്ചു. പിന്നീടാണ് ഞാനത് കബേർഡിലേക്ക് കയറ്റി വെച്ചത് കേട്ടോ. കാരണം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അന്ന് കേക്കിൻ്റെ മുകളിൽ കൊണ്ടുവന്ന സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചതാണ്. കുട്ടികളുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും, എന്നാലും എന്തോ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം ആ കുട്ടികളെ കണ്ടപ്പോൾ. അങ്ങനെ ഡിംപിളും ഇവരൊക്കെ ഇവരിറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ചാക്കോച്ചൻ അവർ പോയി എന്ന് പറഞ്ഞിട്ടുള്ള സങ്കടം പറച്ചിലാണ് കേട്ടോ. പിന്നെ അവനെ സംബന്ധിച്ച് അങ്ങനെ വലിയ വാശിയും കാര്യങ്ങളൊന്നുമില്ല. ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവൻ കൂളായിട്ട് നിൽക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി ഒരേ വശം എൻ്റെ പണികൾ അറിയാതെ നിങ്ങൾക്ക് ഒരു വശത്തുനിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ചായ കുടിക്കുന്നതിന് മുമ്പായിട്ട് ആ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ച്, എന്നാലും എനിക്കിത് തുറന്ന് അവരെ അഴിച്ചിടാൻ പറ്റുള്ളൂ.
അപ്പോൾ അവരിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പുറത്തേക്ക് ആയ കാരണം അവരെ ഞാൻ രാവിലെ തന്നെ തുറന്ന് വിടും. അപ്പോൾ ദേ അവർ വന്ന് കാവൽ നിൽക്കുകയാണ്. അവർ ഒരു ഗുഡ് മോർണിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർക്കൊരു തൃപ്തിയുള്ളൂ. മൂന്നാളും വന്ന് വരിവരിയായിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ ഞാൻ ദേ പാലൊഴിച്ചിട്ടും പിന്നീട് മുട്ട കൂട്ടിയിട്ടും നൂലപ്പം കഴിച്ചു. അത് കഴിഞ്ഞ് ഞാനാണ് ലാസ്റ്റ് കഴിച്ച ആൾ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒന്ന് ഒതുക്കിയിട്ട് അപ്പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഡിവൈൻ അവിടെ നിന്ന് പാക്കിങ്ങും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാറുള്ള പോലെ ആദ്യം ആരാണോ അവർ ആദ്യം പാക്ക് ചെയ്ത് നീങ്ങും, അടുത്ത ആൾ ചെയ്യും. പിന്നെ ഞാൻ ചിലപ്പോൾ രണ്ടാളെ കൊണ്ടും ചെയ്യിക്കും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ഒന്ന് ഒതുക്കി വെച്ചു. അപ്പോൾ ബാക്കി പാലുണ്ടായിരുന്നു. അപ്പോൾ ആ പാലിൽ ഞാൻ പൊടിയിട്ടിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് കുറച്ച് കഴിയുമ്പോൾ കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഓർത്ത് ഞാനത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത് ചെയ്താവോ കുട്ടികളൊന്നെങ്കിൽ അവർ കുടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് കളഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഞാനത് അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഓർത്തത്. കാരണം വേറെ ഒന്നുമില്ല, ഇതിങ്ങനെ കഴിഞ്ഞ് ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചാക്കോച്ചൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ട് വിട്ടുപോയതാണ്, നമ്മുടെ റോസയുടെ വീഡിയോ വെച്ചത്, ARA വൈബ്സ് എന്നുള്ള വീഡിയോ വെച്ചത്. അത് വെച്ച് കഴിഞ്ഞപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാട്ടോ. അതിൽ ചിരിക്കുമ്പോൾ ചിരിക്കും, അക്കിനെ കാണുമ്പോൾ അക്കിനെ വിളിക്കും, അങ്ങനെയാണ്. അങ്ങനെ അത് കണ്ട് ഞാൻ ഇവൻ അക്കിനെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഫോണിൽ മെസ്സേജ് അയച്ചതാണ്. മെസ്സേജ് അയച്ച അക്കിയുടെ ശബ്ദം കേട്ടപ്പോൾ അവനിപ്പോൾ പോകണം അങ്ങോട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു, ഞാനും കുറേ ദിവസമായി പോയിട്ട്, കുറേ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്നാ പോയിട്ടുണ്ടാവുക, കഴിഞ്ഞതിൻ്റെ മുമ്പത്താഴ്ച ഞാൻ മറ്റേ ബർത്ത്ഡേയുടെ ഒക്കെ കുറേ മുമ്പ് ഞാൻ മറ്റേ ഒപ്പീസും കൊണ്ട് പള്ളികളിലേക്ക് പോയില്ലേ, ആ ഞായറാഴ്ച പോയതാണ്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച പോയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര തൊട്ടടുത്തുണ്ടായിട്ട് എനിക്കങ്ങനെ പോകാൻ പറ്റിയില്ലല്ലോ, എന്നാൽ ഒന്ന് പോയിട്ട് വരാം. ഇന്ന് പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല. കുട്ടികളിപ്പോൾ ഡിമ്പിളിപ്പോൾ എത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പാക്കിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടം വരെ പോയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകാനുള്ള പുറപ്പാടായി. അപ്പം നമ്മൾ പറയില്ലേ, ചില സമയത്ത് മറന്നു കിടക്കുമ്പോഴോ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഒന്ന് അവിടം വരെ പോയിട്ട് വരാമല്ലോ എന്ന് വിചാരിക്കാം. രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഒട്ടും പ്ലാനിങ് ഉണ്ടായിരുന്നില്ല അവിടെ പോകണം എന്നുള്ളത് കേട്ടോ. പക്ഷേ ഉണ്ടായിരുന്നു എനിക്ക്. ഡയോൺ വരണതിന് മുമ്പ് ഒരു ദിവസം പോയി കുറച്ച് നേരം ചേച്ചിയുടെ കൂടെ ഇരുന്ന് സംസാരിക്കണം. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് 3 മാസം ഡയോണും ഏഞ്ചലും മോനും ഉണ്ടാവും. അപ്പോൾ നല്ല ബഹളം. അപ്പോൾ നമ്മളുടേതായ ഇപ്പം നമ്മൾ ചേട്ടത്തിരീത്തിമാരെന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ വർത്തമാനം പറയുക, നാട്ടുവിശേഷം പറയുക, നമ്മുടെ പഴയ ബന്ധുക്കളുടെ വിശേഷങ്ങൾ പറയുക. അപ്പോൾ അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ദഹിക്കില്ല. അപ്പോൾ അവരുള്ളപ്പോൾ ഞാനും ചേച്ചിയും ഇങ്ങനത്തെ വിശേഷങ്ങളൊന്നും പറയാറില്ല. അത് ഇവിടുത്തെ ഡാഡിക്കായാലും അങ്ങനെ പഴയ വിശേഷങ്ങൾ കേൾക്കാൻ വലിയ ഇഷ്ടമല്ല. പക്ഷേ പോൾസേട്ടന് അങ്ങനെയല്ല. പഴയ വിശേഷങ്ങൾ, പോൾസേട്ടൻ്റെ പഴയ വിശേഷങ്ങളും നമ്മളുടെ ബന്ധുക്കളെയും കുറേ പേരെയൊക്കെ പോൾസേട്ടനറിയാം. നമ്മുടെ തറവാടായ കാരണം പോൾസേട്ടനെല്ലാതും അറിയാം. ഡാഡിക്കോ വലിയ ഡാഡിക്കോ ഒന്നും അങ്ങനെ ബന്ധുക്കളെ മുഴുവനായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താ പറയുക, വല്യപ്പയുടെ വിശേഷം, വല്യപ്പൻ്റെ വിശേഷങ്ങൾ, അച്ഛന്മാരുടെ വിശേഷങ്ങൾ, ചെറുപ്പത്തിലത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊരു സുഖമാണ്. നിങ്ങളിലും എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അതോ ഇനി ഞങ്ങൾ 2 പേർക്ക് മാത്രമാണോ എന്നറിയില്ല കേട്ടോ. എന്ത് വന്നാലും നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ചെറുപ്പകാലം ഓർക്കാനായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഭൂരിഭാഗം ആൾക്കാർക്ക്, ചിലർ പറയണായിട്ടുണ്ട് എനിക്ക് ചെറുപ്പം ഓർക്കാനേ ഇഷ്ടമില്ലാതെ. പക്ഷേ ഞങ്ങളുടെ ബാല്യം എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമുള്ള ചെറുപ്പക്കാരായിരുന്നു, ബന്ധുക്കളും ആൾക്കാരൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഞാനും ചേച്ചിമാരുള്ളപ്പോഴും ഞങ്ങൾ തറവാട്ടിൽ ഒന്നിച്ച് കൂടുമ്പോഴും പഴയ കാര്യങ്ങളാണ് കൂടുതൽ സംസാരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അത്യാവശ്യം പാക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾക്ക് ഞാൻ വേണ്ടി വേഗം നിന്ന്, നമ്മളൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിക്കുമ്പോൾ പിന്നെ പടപടേന്ന് പണികൾ അവസാനിപ്പിക്കുമല്ലോ. ഞാൻ വേഗം ഇരുന്ന് പാക്ക് ചെയ്യാനുള്ളതൊക്കെ പാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അപ്പോഴാണ് നമ്മുടെ ആൻസിൻ്റെ പപ്പയൊക്കെ തൃശ്ശൂർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കുർബാന സ്വീകരിക്കാൻ, കുർബാന ചെല്ലിക്കലിന്. അപ്പോൾ ഡോൺ അവരെ മീറ്റ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഡോൺ അതോട് കൂടിയിട്ട് മോനെ കൊണ്ടുവരാനായിട്ട് പോകാൻ ലേറ്റ് ആവുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഡിവൈൻ പോയിട്ട് മോനെ കൊണ്ടുവന്നു. ഡാഡി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഡാഡിയുടെ പേര് അവിടെ എഴുതി കൊടുത്തിട്ടില്ല. അപ്പോൾ സ്കൂളിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് കുട്ടികളെ വല്ലവരുടെയും കൂടെ വിടില്ലല്ലോ. അപ്പോൾ ഇനി അത് വേണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നോട് കൂടിയിട്ട്, പാച്ചുവിനെ കൊണ്ടുവരാൻ പോകുന്നതോട് കൂടിയിട്ട് ഞാനും ഡിംപിളും കൂടിയിട്ട് ഇങ്ങോട്ട് പോന്നു. എന്നെ ഇവിടെ ആക്കിയിട്ട് ഡിംപിളും ഡോണിൻ്റെ കൂടെയാണ് വന്നേട്ടോ. ഡോണിൻ്റെ കൂടെ ഡിംപിൾ അങ്ങോട്ട് മടങ്ങി ഞാൻ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്തു. ഞാൻ ഭക്ഷണം കഴിച്ചത് ഇവിടെ നാട്ടോ, ഞാൻ കഴിക്കാണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു നേരം വരണ ദിവസം ചേച്ചിയുടെ കൂടെ ഇരുന്ന് ഒരു പിടി കഴിക്കാമല്ലോ വെച്ചിട്ട് ഇവിടെ വന്നപ്പോൾ നല്ല പരിപ്പ് കറി ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഉണക്കമീൻ ഉണ്ടായിരുന്നു, നല്ല അച്ചാർ, ഡേറ്റ്സും നാരങ്ങയും കൂടിയിട്ടുള്ള അച്ചാറുണ്ടായിരുന്നു, ബീൻസ് ഉപ്പേരി ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടിയിട്ട്
എനിക്കിതൊക്കെ വന്നപ്പോൾ ഒരു തുണ്ട് ചോറും കുറേ കറികളൊക്കെ കൂട്ടി സുഖമായിട്ട് പപ്പടം ഉണ്ടായിരുന്നു, സുഖമായിട്ട് ചോറുണ്ടു. അപ്പോഴാണ് എൻ്റെ അതേപോലെ തന്നെ ചേച്ചി, അല്ലെങ്കിൽ ചേച്ചിയുടെ അതേപോലെ തന്നെ ഞാൻ എന്ന് പറയാവും ശരി. കാരണം ഓൺലൈനിൽ നിന്നാണ് ഞങ്ങളുടെ മെയിൻ പർച്ചേസ്. നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞ സംഭവം എത്തുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ചേച്ചി അത് നല്ല സാധനങ്ങളുണ്ടെങ്കിൽ ഇത് നല്ലതാട്ടോ, നീ ഇത് വാങ്ങിച്ചോ, മോൾ ഇത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ ചേച്ചി വാങ്ങിത്തരും, അല്ലെങ്കിൽ എന്നോട് പറയും ഇത് നല്ലതാണെന്ന്. അപ്പോൾ ഇത് കുട്ടികൾ വരുമ്പോൾ അവർക്കുള്ള കപ്പ് വാങ്ങി വെച്ചിട്ടുള്ളതാണ്, ഡയോണും ഏഞ്ചലും വരുമ്പോൾ അവർക്കുള്ളത്. അപ്പോൾ അത് ഇങ്ങനത്തെ ആകുമ്പോൾ ചൂടായിട്ട് ഒഴിച്ച് വെച്ചാൽ അവിടെ ഇരുന്നോളൂ. നമ്മുടെ ഫ്ലാസ്കിൻ്റെ അതേ സിസ്റ്റമാണ് ഇതിനും വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വാങ്ങി വെച്ചു. പിന്നെ ഞങ്ങളിതേ ഇങ്ങനെ ഇരുന്നിട്ട് വിശേഷങ്ങൾ കുറേ പറഞ്ഞ്, പിന്നെ നമ്മുടെ പാച്ചുവിനെ ഇന്ന് ഹാപ്പി ഹിപ്പോയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ച് വരുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു ഇന്നൊരു ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറേ നേരം ചേച്ചിയോട് കൂടെ ഇരുന്ന് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ ഡയോൺ അടുത്ത ബുധനാഴ്ച വരും. അപ്പോൾ അത് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ എന്താ പറയുക. അപ്പോൾ പോൾ ചേട്ടൻ ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പോൾ ചേട്ടന്. ഞങ്ങളോട് ഞാൻ എപ്പോഴും പറയാറില്ല, ഞങ്ങളുടെ പണ്ടത്തെ ഫോട്ടോസൊക്കെ പോൾ ചേട്ടൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ചേട്ടൻ തന്നെ 2 ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞ് നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഞായറാഴ്ച പറ്റിയെങ്കിൽ വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ഓർക്കാപ്പുറത്ത് കുറച്ച് സമയം ചേച്ചിയുടെ കൂടെ എന്ന് പറയില്ലേ. അപ്പോൾ ഞാൻ വേഗം ഇറങ്ങി വരാം എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും അവിടെ പാച്ചൂട്ടനെ അക്കീന കാണണം. തോമും ഉണ്ടായിരുന്നു ഓച്ചുവിൻ്റെ കൂടെ. അപ്പോൾ ഓച്ചും പാച്ചും തോമും ഡാഡിയും കൂടിയിട്ട് വെറുതെ ഒരു ഷോപ്പിങ്ങിന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഹാപ്പി ഹിപ്പോയിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നതാണ്. പക്ഷേ അവൻ ഇന്ന് ഇരുന്നില്ല എന്ന് പറഞ്ഞു, കരഞ്ഞ് പൊളിച്ച് ഒരു രക്ഷയുണ്ടായില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ വിശേഷമൊക്കെ തോമുപ്പോൾ വന്നിട്ട് പറയണത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ വസന്തേച്ചി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചൂട്ടോടെ എന്നോട് പറഞ്ഞു ഒരെണ്ണം എടുത്ത് കഴിക്കി, നമ്മളുടെ വീട്ടിലുണ്ടാക്കിയ ചപ്പാത്തി അല്ലേന്ന്. അപ്പോൾ വസന്തേച്ചി നമ്മുടെ വീട്ടിലായിരിക്കുമ്പോഴും നമ്മൾ ചപ്പാത്തി വാങ്ങി ചേച്ചി ഉണ്ടാക്കുക ചെയ്യുക, റെഡിമെയ്ഡ് വാങ്ങിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ശരിക്കും ഭയങ്കര വ്യത്യാസമാണ് ടേസ്റ്റ് കേട്ടോ. ഇതിന് നമ്മുടെ വീട്ടിലുണ്ടാക്കണതിന് അത് തിന്നുമ്പോൾ നമ്മളുടെ പഴയ കുറേ രുചികൾ നമ്മുടെ വായിലേക്ക് വരും. പക്ഷേ ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. പിന്നെ നിവൃത്തിയില്ലല്ലോ, രാത്രി ചപ്പാത്തിയാണ് ഈ വീട്ടിൽ. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഞാൻ അധിക ഭാഗം ചോറാണ് കഴിക്കുക. എനിക്ക് എന്തോ ഈ ചപ്പാത്തി ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ വന്ന് ഇത് തിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയോട് പറയായിരുന്നു, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറല്ലേ ചേച്ചി പതിവ്. അപ്പോൾ ഡാഡിയും പറഞ്ഞു പണ്ട് ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ കുഴച്ച് വെക്കും കേട്ടോ. ഡാഡി വരുമ്പോഴേക്കും ഞങ്ങളുടെ ഒറ്റയ്ക്കുള്ള ഒരു ലോകം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കുഴച്ച് വെക്കും, ഡാഡി വരുമ്പോൾ അത് പരത്തി തരും, ഞാൻ ഉണ്ടാക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു സമയം. അപ്പോൾ ഇത് ഓരോന്ന് ചൂട്ടോടെ എടുത്ത് കഴിക്കുമ്പോൾ പറയായിരുന്നു ആ രുചി. അപ്പോൾ ഡാഡിക്ക് ആ രുചി ഓർമ്മ വന്നു. അപ്പോൾ ഡാഡി പറയായിരുന്നു പണ്ട് നമ്മൾ ഇങ്ങനെയല്ലേ ഉണ്ടാക്കിയിരുന്നതെന്ന്. അപ്പോൾ അതേ ഇവിടെ തോമു വന്നിട്ട് പറയുക സമ്മതിച്ചില്ല, പാച്ചു പല്ല് വയ്ക്കാൻ സമ്മതിച്ചില്ല, ഞാൻ ഡോക്ടറുടെ കൂടെ കളിക്കായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തേ പാച്ചു പല്ല് വയ്ക്കാഞ്ഞേ. അപ്പോൾ എനിക്ക് പാച്ചുവിന് പേടിയാണ്, ഹാപ്പി ഹിപ്പോ പേടിയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വക വർത്താനം. അങ്ങനെ ഒരു അരമണിക്കൂറോളം പിള്ളേരുടെ കൂടെ ഇരുന്ന് അവിടെ നിന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ രസം അതല്ല, നമ്മൾ ഈ മില്ലറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം കേട്ടോ കൊണ്ടുവരുന്ന മില്ലറ്റ്സിൻ്റെ ഈ ചീസ് ബോൾസൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അക്കിക്ക് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പിള്ളേർ ഇവിടെ വരും, അത് എടുത്തിട്ട് പൊട്ടിച്ച് തിന്ന് അങ്ങോട്ട് പോകും. 2ാമത് ഞാൻ ഇന്ന് കൊണ്ടുവന്നു, അവർ തന്നെ വന്നിട്ട് അത് പൊട്ടിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു സാരല്ലേ കുട്ടികളല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിൽ ഇരിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കൊണ്ടുവരാം, കാരണം ഉപദ്രവം ചെയ്യുന്ന സാധനമല്ല ഇത്. അങ്ങനെ അക്കിക്ക് ഉമ്മൊക്കെ കൊടുത്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു 7:30 ആയിട്ടുണ്ട്. പക്ഷേ സമയം പോയത് അറിഞ്ഞേയില്ല. ഒരു 1 മണി തൊട്ട് 1:30 തൊട്ട് 7 മണി വരെ ഞാൻ ഇവിടെ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ കാപ്പി വെച്ചു. കാപ്പിക്ക് കുഞ്ഞ് കിണ്ണത്തപ്പവും ഒരു കുഞ്ഞ് വട്ടനെയുള്ള കിണ്ണത്തപ്പവും ഉണ്ണിയപ്പമായിരുന്നു. ആപ്പിൾ ബേക്കറിയിലത്തെ സൂപ്പറാണ് കേട്ടോ. ആപ്പിൾ ബേക്കറിയിലത്തെ ഉണ്ണിയപ്പം ഞാൻ സ്വതവേ പറയാറുണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഉണ്ണിയപ്പവും കിണ്ണത്തപ്പമായിരുന്നു. ഞാനത് മറന്നുപോയി അതൊക്കെ എടുക്കാൻ. നമ്മൾ പിന്നെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ വർത്താനം പറഞ്ഞിരിക്കുക എന്നല്ലാണ്ട് ആ സമയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ചില സമയത്ത് പറ്റാറുണ്ട്. പക്ഷേ ഇന്ന് വിട്ടുപോയി. പിന്നെ കുട്ടികളൊക്കെ വന്നപ്പോഴാണ് അയ്യോ ഞാനൊന്നും എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ ശരിക്കും സന്ധ്യ നേരം തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുവരെ വന്ന ഫോണിൽ നോക്കിയപ്പോൾ മെസ്സേജുകളുടെ ഒരു ചാകരയാണ്. കാരണം ഒരു 4-5 മണിക്കൂർ ഞാൻ ഫോൺ നോക്കിയിട്ടില്ല. അപ്പം മെസ്സേജുകൾ ഇങ്ങനെ വന്ന് കിടക്കുക. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ കസ്റ്റമേഴ്സിന് അറിയാം ഞാൻ എത്ര വൈകിയാലും രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മറുപടി തരും എന്നുള്ളത്. ഞാൻ വന്ന് വഴിക്ക് അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു കുളി കഴിഞ്ഞിട്ട് ഓടി വരാമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ കിടക്കുമ്പോഴാണ് കുളിക്കുക.
ഞാൻ വേഗം പോയി കുളി കഴിഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് ഇവർക്കൊക്കെയുള്ള മറുപടി കൊടുക്കുകയും സാധനങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഓർഡർ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇതൊക്കെ ഇന്ന് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനം, കാരണം ഞാൻ പോയതിന് ശേഷമാണ് ഡാഡി ഇതൊക്കെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ അപ്പം എടുത്തിട്ടുണ്ടായിരുന്നില്ല, പോണ സമയത്ത് കൊണ്ടുവന്നെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം എടുത്ത് പാക്കറ്റുകളിലേക്കൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചു. ആ സമയത്ത് ഞങ്ങൾ പോയ വിശേഷങ്ങൾ, നമ്മളങ്ങനെയാണ് ഈ വീട്ടിൽ പോയ വിശേഷങ്ങൾ ഇങ്ങനെ വന്ന് പോയത് 4 മണിക്കൂറാണെങ്കിൽ വിശേഷം പറയാനൊരു 8 മണിക്കൂറുണ്ടാവും. അങ്ങനെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ പിള്ളേർസ് ഇതാ ഇവിടെ അവരുടേതായ കളികളിൽ ഏർപ്പെട്ടിരിക്കണം. ഡാഡിയും കിടാങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടേതായ വർത്തമാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു കേട്ടോ. അങ്ങനെ ഡോൺ വന്നു. അപ്പോൾ ഡോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡാഡിക്കും ഫ്രീ ആണ്, ഡോൺ നോക്കിക്കോളും പിള്ളേരുടെ കാര്യങ്ങൾ. അങ്ങനെ നല്ല ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബോണുള്ള ചിക്കനായിരുന്നു. അപ്പോൾ ഇവിടെ ഡോൺ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ വലിയ ചിക്കൻ നോക്കി വാങ്ങിയിട്ട് അവർ തന്നെ 20-25 രൂപയാണ് അത് വൃത്തിയാക്കാനായിട്ട്. വൃത്തിയാക്കാന്ന് പറഞ്ഞാൽ ഇത് കളയാനല്ല, എല്ലുമെന്ന് ഫുൾ ബോണ് മാംസം അവരെടുത്തിട്ട് ആ എല്ല് ശരിക്കും പറഞ്ഞ പോലെ സൂപ്പ് വയ്ക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചാറ് വയ്ക്കാനേ പറ്റുള്ളൂ. അതുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഫുൾ മാംസം എടുത്തിട്ട് അത് ആണ് നമ്മൾ കുട്ടികൾക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ പോലെ കൊടുക്കുക, അത് കട്ട്ലേറ്റ് ഉണ്ടാക്കുക, അതൊക്കെ ഈ ബോൺലെസ് കൊണ്ടാണ് ചെയ്യുക. അപ്പോൾ ഈ ബാക്കി വരുന്ന ബോൺ എടുത്തിട്ട് ഒന്നെങ്കിൽ നമ്മൾ ഇതുപോലെ കുമ്പളങ്ങിയിട്ട് വെക്കും, അല്ലെങ്കിൽ എന്താ പറയുക ഇവിടെ സൂപ്പ് വയ്ക്കും. അങ്ങനെയുള്ള സംഭവങ്ങളാണ് ബാക്കി വരുന്ന ഈ ബോൺ കൊണ്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ പട്ടികൾക്ക് കൊടുക്കാമല്ലോ, അതിൻ്റെ ആ വേസ്റ്റ് അവർക്കും കൊടുക്കാം. അങ്ങനെയാണ് ചെയ്യുക. അങ്ങനെ ഞാൻ ദേ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തുണികൾ, എനിക്ക് ഡാഡി കുറച്ച് തുണികൾ പുറത്തുനിന്ന് എടുത്ത് തന്ന് ഞാൻ ദേ കയ്യോടെ ഇവിടെ ഇട്ടു. അപ്പോൾ ഇനി നാളെ എനിക്കത് മടക്കി വയ്ക്കല്ലേ വേണ്ട, നാളെ ഇനി എനിക്ക് വാഷ് ചെയ്യണം. അങ്ങനെ ഇവർക്കുള്ള ഇറച്ചിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് നോക്കിയപ്പോൾ മഴയൊന്നുമില്ല, മഴ മാറിയും തോന്നുന്നുണ്ട്. അങ്ങനെ നല്ല സുഖമുള്ള ഒരു അന്തരീക്ഷം. മറ്റേത് മഴ മാറുന്നതോടുകൂടി ഭയങ്കര ചൂടാവാറുണ്ട്, പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നാളേക്കുള്ള ബ്രെഡ് ദേ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിംപിളൊക്കെ റിലയൻസിലാണ് പോയിട്ടുണ്ടായിരുന്നു, ഡിംപിളും പാച്ചും തോമും ഡാഡിയും കൂടിയിട്ട്. അങ്ങനെ അതൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുണികളൊക്കെ തോരയിട്ട് പിന്നെ കുറച്ച് അധികം നേരം, എനിക്ക് അത്രയും നേരം അവിടെ റെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു 2 മണിക്കൂർ എക്സ്ട്രാ എനിക്ക് രാത്രി ഇരിക്കേണ്ടി വന്നു. പക്ഷേ അത് സാരമില്ല, രാത്രിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിയും. പിന്നെ കുളി കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം ഞാൻ ഇവിടെ ദേ നാളേക്കുള്ള രാവിലേക്കുള്ള ബ്രെഡിനുള്ള സ്റ്റൂവും പിന്നെ മറ്റേ മുളക് കറിയാണ് വെച്ചേക്കുന്നത്. ഇനി വറുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും വല്ല മീനോ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല നാളേക്ക് എന്താണ് അവർ പ്ലാൻ ചെയ്തേക്കണേന്ന്. അങ്ങനെ ദേ നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് അടുക്കള ക്ലീൻ ചെയ്ത് അങ്ങോട്ട് പോയി. പക്ഷേ ഞാൻ അടുക്കളയുടെ വാതിലടച്ചില്ല, കാരണം എനിക്കറിയാം ഇന്ന് നല്ലോണം ലേറ്റ് ആവുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് കാപ്പിയും കൂടി കുടിച്ചിട്ട് ആവാം എന്ന് വിചാരിച്ചിട്ട് അടുക്കള അടച്ചില്ല. ഞാൻ ഇതിന് വേണ്ടിയിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ആൻറ്റിക്കിൻ്റെ മാലകളാണ്. ഇപ്പം ഈ ഗോൾഡ് വില കൂടിയതുകൊണ്ട് തന്നെ ഈ ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ അതേപോലെ തന്നെ ട്രെൻഡിങ്ങിൽ പോകുന്ന സംഭവമാണ് ഈ ആൻറ്റിക് ഓർണമെൻറ്റ്സ്. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൻറ്റിക്കിനായിരുന്നു കൂടുതൽ വില, പക്ഷേ ഇപ്പോൾ തിരിച്ചാണ്, പ്ലേറ്റഡ് ഓർണമെൻറ്റ്സിനാണ് നമ്മളുടെ കയ്യിൽ കൂടുതൽ. അപ്പോൾ ഇത് വളരെ എന്താ പറയുക റീസണബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ തന്നെ ഒരു സെക്ഷനുണ്ട്, ആൻറ്റിക്കിൻ്റെ ഒരു സെക്ഷൻ കുട്ടികൾ കൈകാര്യം ചെയ്യണതാണ്, ഞാനല്ല ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ നല്ല ഐറ്റംസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വ്യൂവേഴ്സിനും കൂടി സബ്സ്ക്രൈബേഴ്സിനും കൂടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് ഇട്ടതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ചോക്കറാണ്, നല്ല വീതിയുള്ള കണ്ടോ, സൈഡിലേക്ക് ഉർവശിയുടെ നല്ല വീതിയുള്ളതാണ് ഇത്. അതുപോലെ ലക്ഷ്മിയുടെ ഫുൾ ലക്ഷ്മിയല്ല അല്ലാത്തതും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. ഇതിപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ പേളിൻ്റെ മാത്രം എടുത്തത്. റൈസ് പേൾ 3 ലെയറാണ്. സാധാരണ നിങ്ങൾക്കറിയാം 2 ലെയറിൻ്റെ റൈസ് പേളിന് തന്നെ നല്ല വിലയാണ്. പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കുന്ന വിലയൊന്നും സംഭവത്തിനില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആർക്കാണോ എന്താ പറയുക ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഇപ്പോൾ അധിക ഭാഗം ആൻറ്റിക്, ഞാൻ ഈ അടുത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ ആൻറ്റിക്കാണ് യൂസ് ചെയ്തത്. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു, പട്ടുസാരിയുടെ കൂടെ ഈ ഇത് വരുമ്പോൾ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈ കെം സ്റ്റോൺസും കാര്യങ്ങളും വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തെറ്റിയിട്ട് ഇട്ടതാണ്, മറ്റേതൊക്കെ പേളിൻ്റെയാണ്, ഇത് മാത്രമാണ് ഗോൾഡിൻ്റെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കമ്മലുകൾക്ക് തന്നെ ഈ ഒരുവിധം വിലയുണ്ടാവും. ശരിക്ക് പറയുമ്പോൾ കമ്മൽ ഒറ്റയ്ക്കുള്ള വില മാത്രമേ ഈ മാലയ്ക്കുള്ളൂ, മാലയും കമ്മലും കൂടിയിട്ടുള്ളൂ. അത്രയും ഇതിലാണ് കേട്ടോ. നമ്മൾ ബൾക്കായിട്ട് പറഞ്ഞില്ല നല്ല ഓർഡർ കൊണ്ടുവന്നു, സാധനങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് ആ സെക്ഷനിലുള്ളത്. അപ്പോൾ പതുക്കെ 2-3 ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ സ്റ്റഡ് കണ്ടു, ഭയങ്കര ഭംഗിയാണ്. വട്ടനെ നല്ല ഭംഗിയുള്ള ലക്ഷ്മിയുടെ സ്റ്റഡാണ്, മറ്റേ സ്റ്റോണും കാര്യങ്ങളൊക്കെ ആയിട്ട് പേളും കൂടിയുള്ളത്. അപ്പോൾ ഞാൻ പേള് മാത്രമാണ് ഇതിൽ പെടുത്തിയിട്ടുള്ളത്. ഇനിയും പേളിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കയ്യിൽ കിട്ടിയ മേശപ്പുറത്ത് ഞാൻ വരുമ്പോൾ ഇരിക്കേണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് കിടക്കട്ടെ, ഇതെന്തായാലും വേറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, എന്നാൽ പിന്നെ ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതും അതെ, ഞാൻ പറഞ്ഞില്ലേ സാധാരണ ആൻറ്റിക്കിൻ്റെ ജിംകിക്ക് നല്ല വിലയാവാറുണ്ട്. പക്ഷേ ഇത് സെറ്റിന് ഒരു ജിംകിയുടെ വിലയാവണുള്ളൂ. അത്രയും റീസണബിൾ റേറ്റാണ് കേട്ടോ ഇതിനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചിലർക്കുണ്ട്, അയ്യോ ഒരെണ്ണം ചോദിച്ചിട്ട് ഞാൻ വാങ്ങിയില്ലെങ്കിൽ എങ്ങനെ അടുത്തത് ചോദിക്കാമെന്ന്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള വില പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് കണ്ടമാനം പോയിട്ടുള്ള ഐറ്റമാണ്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഫംഗ്ഷന് കുട്ടികൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഈ ഒരു പാറ്റേൺ. പല കളറ് കല്ലുണ്ടായിരുന്നു, ഇപ്പോൾ ഗ്രീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആൻറ്റിക്കാണ്. ഇതിപ്പോൾ ഏത് ജാതിക്കാർക്കും ഏത് മതത്തിൽ പെട്ടവർക്കും ഇടാവുന്ന സംഭവമാണ്. മറ്റേത് ലക്ഷ്മി നമ്മൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ മറ്റേത് അങ്ങനെയല്ല, എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഓർണമെൻറ്റ്സാണ് കേട്ടോ മറ്റേ നേരത്തെ കണ്ടത്. അപ്പോൾ അധിക ഭാഗം ആൻറ്റിക്കിൽ ലക്ഷ്മിയാണ്. കാരണം നഗാസ് ആ ഒരു പാറ്റേൺ സംഭവങ്ങളാണ് ഫുൾ. ഈ ലോക്കറ്റൊക്കെ ഭയങ്കര വെയിറ്റാട്ടോ. നിങ്ങൾക്കത് ലോക്കറ്റ് വേണമെങ്കിൽ ഈ മാലയുടെ കൂടെ വേണ്ട, ഞങ്ങൾക്ക് ഗോൾഡ് ചെയിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ കട്ട് ചെയ്ത് കൊളുത്തിട്ടിട്ട് യൂസ് ചെയ്യാവുന്നതുള്ളൂ. എത്രയോ കാലം വേണമെങ്കിൽ ഉപയോഗിക്കാം. അത്ര കനത്തിലാണ് ആ ലോക്കറ്റുകൾ. അപ്പോൾ ഒരിടയ്ക്ക് നഗാസായിരുന്നു ഇത്, ഇപ്പോൾ ആൻറ്റിക്കാണ് വരുന്നത് കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത് അതുപോലെ ഭയങ്കര ഭംഗിയുള്ള ഒരു നെക്ലസ്സാണ് കേട്ടോ. ഒരു സാധാരണ വലിപ്പമുള്ള ഒരു കമ്മലായിട്ട് ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി. ഇതിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പോളയായിട്ട് നല്ല ഒരു ഐറ്റാണ്. അപ്പോൾ സാധാരണ വലിപ്പമുള്ള കമ്മലുള്ളൂ. അപ്പോൾ ഇത്തിരി പ്രായമായവർക്കായാലും ഇടാം എന്ന് വെച്ചിട്ട് കുറേ പ്രായമായവരല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മധ്യവയസ്കർ കുഞ്ഞു ജിംകി ഇടുന്നവർക്കും ധൈര്യമായിട്ട് ഇടാവുന്ന നല്ലൊരു മാലയും കമ്മലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറേ ലേറ്റായി. അപ്പോൾ ഡിമ്പിളും മോനും ഉറങ്ങുക. അപ്പോൾ അവൻ പറയാം പല്ലെടുത്തില്ല, എനിക്ക് വേദന എടുത്തു, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഞാൻ പോയിട്ട് എടുക്കാണ്ട് പോകുന്നത് മോശമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദന എടുത്തിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വർത്താനാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഭയങ്കര ഉറക്കം വരുന്നുണ്ട് മൂപ്പർക്ക്. ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. കാരണം അമ്മയുടെ കൂടെ അമ്മയും തോമുവനും കൂടി ഔട്ടിങ്ങിന് പോയി. അത് കഴിഞ്ഞ് അക്കീരോടേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഉറങ്ങിയിട്ടില്ല ഇന്ന് ഉച്ചയ്ക്ക്. മറ്റേതൊരു പൂച്ചുറക്കം പതിവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വേഗം പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ വിട്ടിട്ട് ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ ഒതുക്കാനായിട്ട് നിന്നു കേട്ടോ. കാരണം നാളെ രാവിലെ എന്തായാലും ഞാൻ ലേറ്റാവും എണീക്കാനായിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് സംഭവങ്ങൾ ആവശ്യമുള്ളതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡാഡിക്ക് അത് പ്ലേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകല്ലേ വേണ്ടു. അപ്പോൾ ഇതും ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ ഇതൊക്കെയാണ്. ഇതെല്ലാ സൈസിലും ഉണ്ട് കേട്ടോ. 2, 4, 6, 8, 10 എല്ലാ സൈസിലും വന്നിട്ടുണ്ട്. ലക്ഷ്മിയുടെ വളയും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ പേരോട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇല്ല എന്ന് കേട്ടൊരു വല്ലൊരു ഇതിൽ ഉണ്ടെന്ന് വെച്ചാൽ കേക്ക് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. ഇതാ കണ്ടു, എല്ലാ സൈസും വന്നിട്ടുണ്ട്. 2-10 സാധാരണ വരാറില്ല, 2-10 വന്നിട്ടുണ്ട് കേട്ടോ. ലക്ഷ്മിയുടെ നല്ല വളയാണ്. അപ്പോൾ ഞാൻ വേഗം ഇത് എടുത്ത് കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ വേഗം നമ്മളുടെ ഒരു ഗ്ലാസ് കാപ്പി വെച്ചു. അപ്പോൾ ഡിമ്പിളിനും വേണ്ട, ഡിവൈൻ കിടന്നു. ഇന്ന് നേരത്തെ കിടന്നു തോന്നുന്നുണ്ട്, ഒരു അനക്കവും ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഈ കാപ്പി വയ്ക്കുമ്പോൾ ഞാൻ ചോദിക്കും വേണോ എന്ന് ചോദിച്ച് അവർക്കും കൂടി വെച്ചിട്ടാണ് ഞാൻ ചില സമയത്ത് കഴിക്കുക. അധിക ഭാഗം ഞാൻ ഒറ്റയ്ക്ക് തന്നെ കേട്ടോ, കാരണം അവരൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ വേഗം ഒരു ഗ്ലാസ് കാപ്പി എടുത്ത് അതും കൊണ്ട് വന്ന് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഞാൻ 2 കവള് കുടിച്ചിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നടയിലും വന്ന് എല്ലാ പരിപാടികളും കഴിഞ്ഞ് അപ്പോഴാണ് എനിക്ക് തോന്നിയത് 2 ബിസ്ക്കറ്റ് കഴിക്കാതെ. നമ്മൾ എത്ര വലുതായാലും ചില നേരത്ത് നമുക്ക് കുട്ടികളുടെ ഒരു സ്വഭാവമാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 ബിസ്ക്കറ്റ് കൂടി കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് അത് ഇവിടെ നിന്ന് നല്ല മിൽക്ക് ബിക്കീസിൻ്റെ നല്ല മറ്റേ പാലിൻ്റെ ടേസ്റ്റാണ് ആ ബിസ്ക്കറ്റ്. ഇവിടെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡിമ്പിൾ അതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അതിൽ നിന്ന് എടുക്കുക വെച്ചിട്ട് 2 ബിസ്ക്കറ്റും കൂടി കഴിച്ച് ഇന്നത്തെ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ അപ്പം അത് ചെയ്യും. അപ്പോൾ എനിക്ക് ഇന്ന് പെട്ടെന്ന് ഇരുന്നപ്പോൾ ആ ചേച്ചിയുടെ അടുത്തൊന്ന് പോകണം തോന്നുക അപ്പം നമ്മൾ പോവുക. ഒരു കാര്യവും നമ്മൾ പിന്നേക്ക് വെക്കരുത്. നടക്കുന്ന കാര്യങ്ങൾ കേട്ടോ, എല്ലാതും അല്ല, പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നടക്കും എന്നുറപ്പുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കാം, നടത്താം.
അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.